നമ്മളൊക്കെ എന്താ ഇങ്ങനെ? നമ്മൾ ഈ മനുഷ്യന്മാരെന്താ ഇങ്ങനെയാണ്? കാരണം എത്ര കണ്ടാലും അല്ലെങ്കിൽ നമ്മളത് കൊണ്ടറിഞ്ഞാലും കേട്ടാലും അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ഒരു അനുഭവങ്ങളുണ്ടായാലും ഓരോ അപകടങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ജില്ലയാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടായിട്ട് അത് നമ്മൾ ലൈവായിട്ട് അല്ലെങ്കിൽ അതേമാതിരി സോഷ്യൽ മീഡിയയിൽ കണ്ടാലും നമുക്കൊരു മനസ്സിലേക്ക് ഉണ്ടാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞൊരു ഭയം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ. പക്ഷേ നമുക്കത് എത്ര കണ്ടാലും നമ്മൾ മനുഷ്യന്മാർക്ക് വീണ്ടും അതുപോലെ തന്നെ പിന്നെയും 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 നമ്മൾ ആവർത്തിക്കും. എന്നിട്ട് അങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാലൊക്കെ മറ്റുള്ളവർ അതിനെക്കുറിച്ചിട്ട് ദുഃഖിക്കുക അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരൊക്കെ അത് കണ്ടിട്ടൊക്കെ ദുഃഖിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടും കൊണ്ടിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവസ്ഥ എങ്ങനെ ആയിരിക്കും ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, ഒരു വെള്ളച്ചാട്ടത്തേക്ക് ഒരു ചെറുക്കന് എടുത്ത് ചാടണം, ഒരു ചെറുപ്പക്കാരൻ എടുത്ത് ചാടണം. അതെന്തിനാണ്? മറ്റുള്ളവരെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ എടുത്ത് ചാടുകയാണ്. എടുത്ത് ചാടിയിട്ട് ഷോ കാണിക്കുകയാണ്. അങ്ങനെ ഷോ കാണിച്ചപ്പോൾ നേരെ വള്ളത്തേക്ക് ചാടി. വള്ളത്തിൽ നിന്ന് അവന് പൊന്തി വന്നു, പക്ഷേ അടിയൊഴുക്ക് നല്ല ഉണ്ടായിരുന്നു. ആ അടിയൊഴുക്കൊന്നും അവനക്ക് തരണം ചെയ്യാൻ പറ്റണില്ല. പക്ഷെ അവന് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവനക്ക് എന്താണ് പിടിച്ച് കയറാൻ പറ്റണില്ല. കാരണം എന്താ, അടിയിൽ നല്ല അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്ക് കൂടി വന്നതിന് തട്ടി 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 എന്ത് ചെയ്തു, ഓന് നേരെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഒലിച്ചാണ്ട് പോയിക്കാണ്. പക്ഷേ ഒപ്പമുള്ളവൻ എന്തൊക്കെ പറയണോ കാര്യം, കൈ കൊടുക്കണം എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഓൻ്റെ കൈമ പിടി കൊടുക്കാതെ ഓൻ എന്ത് ചെയ്തു, ആ സൈഡിൽ കൂടെ ഒലിച്ച് പോയിക്കാണ്. ഇപ്പോൾ ഓൻ എന്താ സംഭവം എന്നറിയില്ല. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ ജീവനുണ്ടോ ജീവനില്ല എന്നിപ്പോൾ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം കണ്ടാലോ ഒന്നും നമ്മളെന്ത് ചെയ്യാണ്, എടുത്ത് ചാടാതെ നമ്മളെന്ത് ചെയ്യുക, സ്വയം ബുദ്ധിക്ക് എന്ത് ചെയ്യുക, നമ്മളത് കണ്ട് ആസ്വദിച്ച് പോരുക. അല്ലാതെ നമ്മളൊന്നും ചാടിയിട്ടൊന്നും മറ്റുള്ളവരെ മുമ്പിലൊന്നും ഷോ കാണിക്കാൻ നിൽക്കരുത്. ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ.